തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നമ്മൾ ഓൺ ചെയ്യാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കാതിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ അത്തരത്തിലൊരു അന്വേഷണം. അൻവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പ്രതിപക്ഷം എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷം ഇവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു 10-14 കേസും ഉണ്ടായിരുന്നു. അപ്പൊ അൻവർ എവിടെയായിരുന്നു? അപ്പൊ അൻവറിന് ഈ അവസാനത്തെ കൊല്ലത്തുമ്പോൾ പ്രതിപക്ഷം എവിടെയും ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രതിപക്ഷം ആവശ്യമുണ്ട്. പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾ അൻവറിന്റെ പോസ്റ്റ് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. കളിയാക്കുക എന്ന് പറയുന്നതല്ല, മാരകമായ എന്താണ് കളിയാക്കൽ ഉണ്ടാക്കിയതാണ് അൻവറിന്റെ പോസ്റ്റുകൾ. അപ്പൊ ഇപ്പൊ അൻവറിന് ചോദിക്കേണ്ടി വന്നില്ലേ പ്രതിപക്ഷം എവിടെ? അപ്പൊ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പതുക്കെ പതുക്കെ വരികയാണ്. ഞങ്ങളുടെ രീതി ഇപ്പം ഒരു ഭരണകക്ഷി MLA വെറുതെ നിങ്ങൾ സങ്കല്പിച്ച് നോക്ക്, ഒന്ന് കുറച്ചുകൂടെ കണ്ണടച്ചിട്ട് ആലോചിച്ച് നോക്ക്. UDF ഭരിക്കുന്നു, UDFന്റെ മുഖ്യമന്ത്രി, ഒരു ഭരണകക്ഷി MLA ഇതുപോലെ 4 വർത്താനം പറയുന്നു, എന്തായിരിക്കും കേരളം? അപ്പൊ ഞങ്ങൾക്ക് ചെയ്യുന്നത് രീതികൾക്ക് വ്യത്യാസമുണ്ട്. ആ രീതിയിൽ തന്നെ ഞങ്ങൾ ഈ സമരത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുപോകും. ഒരു കാരണം അൻവർ തന്നെയാണ്. അൻവറിന്റെ ബോധ്യങ്ങളാണ്, അൻവറിന്റെ അനുഭവങ്ങളാണ്, അൻവർ സഹിച്ചിട്ടുള്ള. കാരണം എന്താ വെച്ചാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് അൻവറിന് ഭയങ്കര ബന്ധമാണ്. ഞാൻ 10 കൊല്ലം MLA ആയിരുന്ന ആളല്ലേ. ഞങ്ങളൊരു പോലീസിനെ വിളിക്കൽ വളരെ അപൂർവമായിട്ടാണ് പോലീസിനെ വിളിക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ വരുന്നത്. വിളിച്ചാൽ തന്നെ നമ്മൾ പരമാവധി ഒരു DYSP SP വിളിക്കുന്ന അപൂർവ കാര്യങ്ങളിലാണ്. കാരണം അതിന്റെ കാര്യമില്ല, നമ്മളൊക്കെ ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ തീർന്നു. അത്ര വലിയ കേസുകൾക്ക് അൻവർ SP സംസാരിക്കൂ. SP-യുമായ ബന്ധമുള്ളൂ. ഈ പറയുന്ന DGP ആയിട്ട് അദ്ദേഹം നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്ന ആളാണ്. അപ്പൊ അൻവർ എന്റെ അനുഭവങ്ങളാണ്, അൻവറിന്റെ ബോധ്യങ്ങളാണ്, അൻവർ അനുഭവിച്ച പ്രശ്നങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഈ സുജിത് ദാസിനെ മാറ്റി അതുപോലെ തന്നെ അജിത് കുമാറിന് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. P. ശശി അങ്ങനെ തന്നെ തുടരാനാണോ? ഈ ജാതി കുറെ തട്ടിപ്പുകൾ മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് നടത്തുന്നതാണ്. ഇതേ പറയുന്ന അജിത് കുമാറിനല്ലേ സ്വർണ്ണക്കടത്ത് കേസിൽ വളരെ മോശപ്പെട്ട ഒരു ബ്രോക്കറുമായിട്ട് സംസാരിച്ച് ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്ന കാര്യം. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ കോഴിക്കോട് നഗരത്തിൽ, ഇവിടെ കോഴിക്കോട് പ്രവർത്തിച്ച മീഡിയ പ്രവർത്തകരുണ്ട്. അൻവർ പറഞ്ഞൊരു നിസ്സാര കാര്യമല്ല. കോഴിക്കോട് നഗരത്തിൽ ഞങ്ങൾക്കൊക്കെ പരിചിതനായിരുന്ന ഒരു മനുഷ്യനാണ് മാമി എന്ന് പറയുന്ന ഒരാൾ. അയാൾ ഒരു ദിവസം അബ്സ്കോണ്ടിങ് ആവുകയാണ് കോഴിക്കോട് നഗരത്തിൽ നിന്ന്. എവിടെ പോയി അയാൾ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ലോറി ഡ്രൈവർ പോയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര സങ്കടവും എത്ര വേദനയില്ല നമ്മളൊരാളെ കുറിച്ച് അന്വേഷിച്ചത്. ഇതുപോലെ ഒരു മനുഷ്യൻ 1 വർഷമായി. അയാളുടെ ഭാര്യ വന്ന് പറയുന്നു, ഈ പറയുന്ന ഈ അജിത് കുമാർ, ഇയാളുടെ പേരിൽ കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തുകളുടെ ആരോപണമുണ്ട്. ആളുകളെ കൊല്ലിപ്പിച്ചിട്ടുണ്ട് എന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, കൊല്ലിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഭാഷയല്ല കേട്ടോ, അൻവർ പറയും, ഭരണകക്ഷി MLA-യുടെ ഭാഷയാണ്. എന്നിട്ട് മാമിനെ കാണാനില്ല. കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് പോയ ഒരാൾ. ഫ്ളാറ്റുകളുണ്ട്, വലിയ വണ്ടികളുണ്ട്, കോഴിക്കോട്ടിലെ വമ്പൻ മുതലാളിമാരുമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്. മാമി പക്ഷേ ഒരു രോമം പോലും ഇവിടെ പോയി എന്നറിയാത്ത വിധം അബ്സ്കോണ്ടിക്കാണ്. ഈ ഉദ്യോഗസ്ഥന്റെ ഇടപെടലുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് P. ശശിക്കെതിരെ നടപടിയെടുത്താലും ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്, ആത്യന്തികമല്ല. ഇപ്പൊ കണ്ടോ, ഇന്ന് അജിത് കുമാറിനെ മുഖ്യമന്ത്രി നോക്കിയില്ല. എപ്പോഴാ മുഖ്യമന്ത്രി നോക്കിയതുകൊണ്ട് പ്രശ്നം, നോക്കിയാലും നോക്കിയിട്ടില്ലെങ്കിലും തീരുന്ന പ്രശ്നമാണോ? ഇത്ര വലിയ ആരോപണം വന്നിട്ട് ഈ അജിത് കുമാറിനെ നേരത്തെ പുറത്താക്കി തിരിച്ചെടുത്തു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു മീഡിയ പ്രവർത്തകനെ വണ്ടി ഇടിച്ച് കയറ്റി കൊന്നൊരു IPS ഓഫീസറല്ലേ? എത്ര കുതൂഹലങ്ങൾ ഉണ്ടായി. അയാൾ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് സേഫാണ്. ഒന്നും സംഭവിക്കാൻ പോകണം. നാളെ നമ്മളൊക്കെ ഇതുപോലെ കൊല്ലപ്പെടും. ഈ ആസൂത്രകരുടെ രാഷ്ട്രീയവും ബ്യൂറോക്രസിയും രാഷ്ട്രീയവും ഒരുമിച്ചിരുന്ന് കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിന്റെ സ്ഥിതി? ഇവിടെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. കാരണം ബ്യൂറോക്രസിയിലെ കള്ളന്മാരെ പിടിക്കാൻ രാഷ്ട്രീയക്കാരുടെ കള്ളന്മാരുണ്ടെങ്കിൽ അവരെ പിടിക്കാൻ ബ്യൂറോക്രസി, ഇവരെ രണ്ടുപേരെയും നോക്കാൻ ജുഡീഷ്യറി. ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതെല്ലാവരും കൂടി ഒന്നിച്ച് കൂട്ടുകച്ചവടമായാൽ എന്ത് ചെയ്യും? നിങ്ങൾ മീഡിയക്കാർ കുറച്ച് ആളുകൾ കൂടുതൽ നിന്നും കൊടുത്താൽ ആർക്കും എന്തും ചെയ്തുകൂടെ ഈ രാജ്യത്തെ? ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ഒരു പത്രപ്രവർത്തകൻ നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ ഒന്നാണ് വണ്ടി ഇടിച്ച് കയറ്റി അങ്ങ് മരിച്ചുപോയത്. അയാൾ ആരാന്ന് നിങ്ങൾക്കറിയാം. അയാളുടെ കൂടെ ആരായിരുന്നു കാറിലുണ്ടായിരുന്ന ഒരു ലേഡി എന്ന് നിങ്ങൾക്കറിയാം. അയാൾ മദ്യപിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അയാൾ സേഫാണ്. ഇതല്ലേ ഈ രാജ്യത്ത് നടക്കുന്നത്? അപ്പം അൻവർ പറയുന്നത് ഭയാനകമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ വർഗീയത പ്രചരിപ്പിക്കാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേന്ദ്രത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നിന്നുകൊടുക്കുന്നു എന്ന ആരോപണം പോലും ഗൗരവമുള്ളതാണ്.